എം മുകുന്ദനുമായുള്ള സംഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിയമ്പറത്ത് മുകുന്ദൻ എം മുകുന്ദനായി, ഇപ്പോൾ മുകുന്ദേട്ടനായി. മലയാളത്തിൻ്റെ മുകുന്ദേട്ടനാണ് എം മുകുന്ദൻ. ഇതൊരു വലിയ യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ഒരുപക്ഷെ മുകുന്ദേട്ടൻ ജനിച്ചത് ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിലാണ്. ദീർഘകാലം ജോലി ചെയ്തത് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെതാണ്. 38 വർഷത്തോളം ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തീർച്ചയായും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും ഫ്രാൻസിൽ നിന്ന് തന്നെയായിരിക്കും. ഒരുപക്ഷെ മലയാളി അദ്ദേഹത്തിന് കൊടുത്തത് കുറേ റോയൽറ്റിയും കുറച്ച് അവാർഡുകളും മാത്രമായിരിക്കും. ബാക്കി ജീവിതത്തിൻ്റെ ഭാരം മുഴുവൻ പേറിയത് ഫ്രഞ്ചുകാരാണ്. ഈ ഫ്രഞ്ചുകാരെന്ന് പറയുമ്പോൾ ഞാനൊരിടത്ത് വായിച്ചിട്ടുണ്ട്, പാരീസിലെ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബുക്ക് ഷോപ്പിൽ, യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറു നഗരത്തിലൊരു വലിയ ബുക്ക് ഷോപ്പിൽ മുകുന്ദേട്ടൻ അവിടെ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് മുകുന്ദേട്ടനോട് നിങ്ങളുടെ മാതൃഭാഷയിൽ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് മുകുന്ദേട്ടൻ ഫ്രഞ്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പറഞ്ഞ ഈ ചരിത്രം, ഫ്രഞ്ച് ഭാഷ അറിയാം, ഫ്രഞ്ച് വായിക്കാനറിയാം, എഴുതാനറിയാം, ഫ്രഞ്ച് ഭാഷയിൽ ടൈപ്പ് റൈറ്റ് ചെയ്യാനും കൂടി അറിയാം. അങ്ങനെയുള്ള മുകുന്ദേട്ടൻ ഈ സംഭാഷണം തുടങ്ങുന്നതിന് മുന്നേ കേരളത്തെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ ഫ്രഞ്ച് ഭാഷയിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മലയാളി മുകുന്ദേട്ടൻ്റെ ഫ്രഞ്ച് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവില്ല. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ കരുതുക. കേരളത്തെക്കുറിച്ച് 2 മിനിറ്റ്. മെർസി മെർസി മൊസ്യേ ഇസം കേരള ബൊക്കോ. ഇത്രയും മതിയാ. അതിൻ്റെ പരിഭാഷ കൂടി നമ്മൾ ചീത്ത പറഞ്ഞാണോ നമുക്കറിയണ്ടേ? പരിഭാഷ: നന്ദി സർ, ഞാൻ കേരളത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, തീർച്ചയായിട്ടും മുകുന്ദേട്ടനും ഞാനും തമ്മിലൊരു ചെറിയ സാദൃശ്യം ഞാൻ പറയാം. കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന പ്രധാനപ്പെട്ട സാഹിത്യോത്സവം എന്ന് പറയുന്നത് ഹേ ഫെസ്റ്റിവലാണ്. അതിവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഹേ ഫെസ്റ്റിവൽ നടന്നപ്പോൾ അന്ന് ഉദ്ഘാടന സെഷൻ മുകുന്ദേട്ടനും എം ടി വാസുദേവൻ നായരും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് 2024 ജനുവരിയിൽ KLF-ൽ ഞാനും എം ടി വാസുദേവൻ നായരും തമ്മിലാണ് സ്റ്റേജിൽ സംസാരിച്ചത്. ഇങ്ങനൊരു സാദൃശ്യം നമ്മൾ എം ടി ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ചോദ്യം, ആദ്യമായിട്ട് മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരനാക്കുന്നതിൽ എം ടി വാസുദേവൻ നായർ എന്ന എഡിറ്ററുടെ പങ്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അത് എം ടി എന്നെ എഴുത്തുകാരനാക്കിയെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ എം ടി പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നുള്ളതാണ്. അതായത് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്ന നിലയിൽ ഞാൻ അയച്ച കഥകൾ വായിച്ചു നോക്കി, തിരുത്തണം എന്ന് തോന്നിയത് തിരുത്തി, അത്രേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അതല്ല എനിക്ക് തോന്നുന്നത്. എം ടി നമ്മൾ ആധുനിക സാഹിത്യം എന്ന് പറയുന്നത് അതിനെ എം ടി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരിക്കലും പറയില്ല അങ്ങനെ ചെയ്തതായിട്ട്, പക്ഷെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് എം ടി ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ ഈ ആധുനിക സാഹിത്യം കേരളത്തിൽ ഒരുപക്ഷെ വരില്ലായിരുന്നു. വരുന്നുണ്ടെങ്കിൽ തന്നെ ഇനി കുറേ വൈകുമായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എം ടിക്ക് ഇവിടെ വിപുലമായിട്ടുള്ള വായനയാണ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മറ്റൊരു മലയാളി എഴുത്തുകാരൻ ഇത്രയധികം വായിച്ചിട്ടുണ്ടെന്ന്. സുധീർ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു നോവലിസ്റ്റ്, കഥാകൃത്ത് ഇത്രയധികം വായിക്കുന്നത് അത്ഭുതമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഈ ആഴത്തിലുള്ള വിപുലമായ വായന കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ലോകത്ത് സാഹിത്യം എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നതെന്ന്. അപ്പം ഞങ്ങളും ആ വഴിക്ക്, ഞാനും വിജയനും പിന്നെ കാക്കനാടനും ഞങ്ങളൊക്കെ ആ വഴിയിൽ കൂടിയാണ് പോകുന്നത്. അദ്ദേഹം തിരിച്ചറിഞ്ഞു, അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വിജയൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയൻ പിന്നെ എം ടിയേക്കാളും പ്രായമുള്ള ആളും, പിന്നെ ഒരുപക്ഷെ വിജയനെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എം ടി എനിക്ക് വഴികാട്ടിയെന്ന് വിജയൻ അങ്ങനെ ഒരുപക്ഷെ പറയില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയും. ഞാൻ പിന്നെ എം ടിയുടെ ഒരു ശിഷ്യനായിട്ടാണ് എന്നെ കാണുന്നത്. ഇന്ന് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്നോട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പറഞ്ഞു, ഈ പുരസ്കാരം ആദ്യം കിട്ടിയത് പിന്നെ ടി പത്മനാഭനാണ്, രണ്ടാമത് കിട്ടിയത് എം ടിക്കാണ്, മൂന്നാമത് കിട്ടിയത് എനിക്കാണ്. അപ്പം ശിഷ്യൻ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. സന്തോഷം. എം ടി ഓർമ്മിക്കാതെ ഇങ്ങനെയൊരു നമ്മുടെ സംഭാഷണം മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ.
ഒരുപക്ഷെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ എഴുത്തുകാരനായ ആളാണ് മൂന്നേട്ടൻ. 1965 ആദ്യത്തെ കൃതി 1965 ആദ്യത്തെ ചെറുകഥാ സമാഹാരമൊക്കെ ഇറക്കുന്നത് 1965. നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ദാസൻ, ചന്ദ്രിക, അവരൊക്കെ നമ്മളെ മൂന്നേട്ടനേക്കാൾ മുന്നേ നമ്മളുടെ മനസ്സിൽ വന്ന ആൾ ദാസനും ചന്ദ്രിക, പിന്നെയാണ് എം മുകുന്ദൻ വരുന്നത്. അപ്പോൾ അത്രമാത്രം മലയാളിയുടെ വായനാനുഭവത്തെ, മലയാളിയുടെ സാഹിത്യാനുഭവത്തെ ഒക്കെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. ഏറ്റവും കൂടുതൽ സാഹിത്യത്തെ ജനകീയമാക്കിയ ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ ഒരുപാട്, അതേപോലെ തന്നെ ഒരുപാട് ഒരു തലമുറയെ വഴിതെറ്റിച്ച എഴുത്തുകാരനാണെന്നുള്ള പാപഭാരവും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ആ പാപമൊക്കെ കഴുകിക്കളഞ്ഞോ? ആളുകൾ ഇപ്പം എങ്ങനെ അങ്ങനെ കാണുന്നുണ്ടോ? വേറൊരു എഴുത്തുകാരനായി മൂന്നേട്ടൻ അറിയപ്പെട്ടോ? അല്ല, അത് പിന്നെ അതൊരു പഴയ കാലം. പക്ഷെ ആ കാലത്തെ ഞാൻ തള്ളിപ്പറയില്ല, അതിനെ ഡിസോൺ ചെയ്യാൻ കഴിയില്ല. അതെൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ കൂടി സൃഷ്ടിയാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന ആ ഒരു പഴയ കാലമുണ്ടല്ലോ, എല്ലാവരും വിമർശിച്ചിട്ടുള്ള ഒരു കാലം. അപ്പോൾ ആ കാലത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ആ കാലം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഞാൻ ഉണ്ടാകില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു എഴുത്തുകാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ ആ എഴുത്തുകാരനെ സഹായിക്കുന്നതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അപ്പം അന്നത്തെ കാലം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അത് എല്ലായിടത്തും എതിർപ്പുകൾ മാത്രമായിരുന്നു, എല്ലായിടത്തും വാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു. എന്നിട്ടും എഴുതി. അതിനുള്ള ഒരു ആത്മധൈര്യം, ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വാശി എനിക്ക് കിട്ടിയത് MTയിൽ നിന്നായിരിക്കും. MTക്ക് വാശിയുണ്ട്, എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ള, തുറന്നു പറയില്ല, എനിക്ക് തോൽപ്പിക്കണം, എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശി. അത് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ഈ മോഡേൺ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഫോക്കസ്ഡ് ആവുക എന്നുള്ളത്. ഫോക്കസ്ഡ് ആകും. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കണം എന്നുള്ളത്. പക്ഷേ അന്നെനിക്ക് അങ്ങനെ ജയിക്കണമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ എഴുത്തുകാരനാകണം എന്ന് തോന്നിയിരുന്നു. ആരെയും തോൽപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നില്ല അസ്തിത്വവാദം എന്നൊക്കെ, MT അതിനെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അസ്തിത്വവാദം എന്നൊക്കെ പറയുന്നതിന് അത്തരം കൃതികളുടെ സ്വഭാവമുള്ള, ആധുനികതയുടെ ഒരു സ്വഭാവമുള്ള രചന മലയാളത്തിൽ കൊണ്ടുവന്നതിൽ വലിയ പങ്ക് മൂന്നേട്ടനുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ കണ്ടുപിടിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് എന്തിന് ജീവിക്കണം എന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങൾ. MT പറയുന്നുണ്ട്, എനിക്ക് എന്തിന് ജീവിക്കണം എന്ന് പറയുന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുന്ന കഥാപാത്രങ്ങളിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ എന്തിന് ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക ആ അർത്ഥ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണെന്ന് പറയാമോ? അത് ഫ്രഞ്ചുമായിട്ടുള്ള ബന്ധമാണോ, അല്ല വായനയിലുള്ള ഇതാണോ? അതൊന്ന് ഓർത്തെടുക്കാവോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപാത്രങ്ങളൊക്കെ? അത് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ആരെങ്കിലും ആ ചോദ്യം ചോദിച്ചിരുന്നു. പിന്നെ പഴയകാലത്ത് സിദ്ധാർത്ഥൻ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നുള്ളത്. കേട്ടോ, അത് നമ്മളെല്ലായിടത്തും പിന്നെ നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ പലരും പലയിടങ്ങളിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംഘടിതമായിട്ട് ഒരു തത്വശാസ്ത്രത്തിൻ്റെ ബലത്തോടു കൂടി ഈ ചോദ്യം ചോദിച്ചത് ഈ 50കളിലൊക്കെ അത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പുതിയ ചിന്താധാരകൾ, അതായത് ഒരു സംഘടിതമായിട്ട് സൈദ്ധാന്തികമായിട്ട് ആളുകൾ ഈ ചോദ്യം അതുവരെ ചോദിച്ചത് ചിലർ ചില വ്യർത്ഥബോധത്തിൽ നിന്ന് മതി, എന്താണ് ജീവിതം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിച്ചത്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, മതി, മടുത്തു, എങ്ങനെയെങ്കിലും മരിച്ചുപോയാൽ മതി എന്ന ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്നെയൊക്കെ പ്രചോദിപ്പിച്ച ആ ഒരു കാലത്ത് അങ്ങനെയല്ല ചോദ്യം ചോദിച്ചത്. ജീവിതത്തെ മുഴുവൻ, ജീവിതത്തിൻ്റെ ഇതിൽ പിറകിലുള്ള ചിന്താധാരകൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് സാർത്രനെ മനസ്സിലാക്കണമെങ്കിൽ സാർത്രന് മുമ്പുണ്ടായിട്ടുള്ള മുഴുവൻ ദാർശനികരെയും മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സാർത്രനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താ പദ്ധതിയുടെ ഫലമായിട്ടാണ്, അതായത് സൈദ്ധാന്തിക ബലത്തിൽ ഒരു തത്വചിന്തയുടെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് അന്ന് ജീവിതം വ്യർത്ഥമാണ്, എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം ആ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെയും ചോദിച്ചത്. അല്ല, എൻ്റെ ചോദ്യം അതാണ്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്ന് മലയാളിയായ അല്ലെങ്കിൽ മയ്യഴിപ്പുഴക്കാരനായ ഒരു എഴുത്തുകാരന് തോന്നാനിടയാക്കിയ
സാഹചര്യം അത് വായനയിലൂടെയാണോ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് മുന്നേറ്റം വന്നതെന്നുള്ളൊരു അന്വേഷണമാണ് ഞാൻ. അല്ല, കുറേയൊക്കെ എൻ്റെ വായനയും മറ്റൊന്ന് ഞാൻ കണ്ട കാഴ്ചകളാണ്, എൻ്റെ അനുഭവങ്ങളാണ്. അത് വായനയിൽ കൂടി മാത്രം നമുക്കത് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ കാക്കനാടൻ ഫ്രഞ്ച് ഭാഷ അറിയില്ല, ഫ്രഞ്ച് സാഹിത്യവും തത്വചിന്തയൊന്നും അങ്ങനെ വായിച്ച ഒരാളല്ല. പക്ഷെ എന്നിട്ടും കാക്കനാടൻ എന്നേക്കാൾ കൂടുതൽ ഈ ചോദ്യം ചോദിച്ച ഒരാളാണ്. അതുകൊണ്ടത് വായനയിൽ നിന്ന് മാത്രം ഉണ്ടാകില്ല, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണത്. നമ്മൾ കാണുന്ന കാഴ്ചകൾ. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇത് രണ്ടുമായിരുന്നു, വായനയും ചെറിയ ചിന്തകളും കൂട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. അതിൽ നിന്നാണ് ആ ചോദ്യം ഉയരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ വേഗം തന്നെ സാത്രം അസ്തിത്വവാദത്തിലേക്ക് എത്തിപ്പോയി സംസാരത്തിനിടയിൽ. അവിടെ കൂടെ തന്നെ ഞാൻ ചോദിക്കാം, തീർച്ചയായിട്ടും ഫ്രഞ്ച് സാഹിത്യം, ഫ്രഞ്ച് സംസ്കാരം, ഫ്രഞ്ചുമായിട്ടുള്ള ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏക എഴുത്തുകാരിൽ ഒരാളായിരിക്കും. എന്താണ് ഫ്രഞ്ച് അനുഭവം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ മുകുന്ദനുണ്ടാക്കിയ പരിവർത്തനം അല്ലെങ്കിൽ സ്വാധീനം? അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അത് ഈ ഫ്രഞ്ച് സാഹിത്യം, കല, ഫ്രഞ്ച് തത്വചിന്ത അതൊക്കെ വളരെ സമ്പന്നമാണ്. മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ അതിന് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മേഖലകളും കലയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാ മേഖലകളിലും അവർ ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഉണ്ടല്ലോ ജന്മനാടുകൾ ഉപേക്ഷിച്ച് ഫ്രാൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് പിക്കാസോ പാരീസിൽ വന്ന് താമസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹെമിംഗ്വേ പാരീസിൽ വന്ന് താമസിച്ചത്, ജെയിംസ് ജോയ്സ് വന്ന് താമസിച്ചത്. ഒരുപാട് ആളുകൾ അങ്ങനെ വന്നു, പാരീസിൽ വന്നു, അവിടെ ജീവിച്ചു, അവിടെ നിന്ന് എഴുതി. അവർ പാരീസിൻ്റെ ഫ്രാൻസിൻ്റെ ഭാഗമായി മാറി കേട്ടോ. അപ്പം അത് ഫ്രാൻസിലെ ഒരു പൈതൃകമാണ്. എനിക്കത് ചെറുപ്പത്തിൽ തന്നെ കിട്ടി, വളരെ ചെറുപ്പത്തിൽ തന്നെ. എൻ്റെ അധ്യാപകൻ, ഒരു ഫ്രഞ്ച് അധ്യാപകനുണ്ട്, ഞങ്ങൾ ജയരാമൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് നമ്മുടെ മയ്യഴിപ്പുഴ തീരങ്ങളിൽ കുഞ്ഞനന്ദൻ മാഷ്. ആ മാഷാണ് ആദ്യമായിട്ട് എനിക്ക് സാർട്ടറിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അത് കേരളത്തിൽ ആരും സാർട്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കുഞ്ഞനന്ദൻ മാഷാണ് സാർട്ടറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അന്ന് സാർട്ടറിൻ്റെ പദം കേരളത്തിൽ ആരും കേട്ട് കാണില്ല. കാരണം അയാൾ ഫ്രഞ്ച്, അവിടെ ഒരു മാഹിയിൽ ഒരു ഫ്രഞ്ച് ലൈബ്രറി ഉണ്ട്, ഇപ്പോഴും ഉണ്ടത്, ഫ്രഞ്ചുകാർ സ്ഥാപിച്ചതാണ്. അവിടെ ഈ ഫ്രഞ്ച് പുസ്തകങ്ങളും ഫ്രഞ്ച് പത്രങ്ങളും വരും. ലേ മോന്ത് എന്നുള്ള വലിയ പത്രം ഉണ്ടാകും, അതൊക്കെ അവിടെ വരും. ഈ മനുഷ്യൻ അതൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അയാളിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ പേര് ഞാൻ കേൾക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത കുറേ ചൈതന്യയിലേക്ക് ഒഴുകി. അദ്ദേഹം മയ്യഴിപ്പുഴയിൽ ഒരു കഥാപാത്രമായില്ലേ? കഥാപാത്രമായിരുന്നു. അതിൽ നിന്നാണ് തുടക്കം. പിന്നീട് ഞാൻ എംബസിയിൽ പോയി ചേർന്നപ്പോൾ അവിടെ എല്ലാ മാസവും ഒരു സെലക്ഷൻ പുസ്തകങ്ങൾ വരും, ഏറ്റവും പുതിയ പുസ്തകങ്ങളുടെ ഒരു സെലക്ഷൻ എല്ലാ മാസവും വരും. അത് ആദ്യം വന്നു ചേർന്ന് എൻ്റെ കൈകളിലാണ്. അത് ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു ഇവരെ. ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് ബാഗിലാണത് വരിക. ഡിപ്ലോമാറ്റിക് ബാഗിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റംസും ആരും തൊടില്ല, അത് നേരെ ഞങ്ങളുടെ അടുത്തെത്തും. അത് ഞാൻ ഓരോ മാസവും ഈ പുസ്തകങ്ങൾ വരുമ്പം എനിക്കെൻ്റെ നെഞ്ചിടിക്കുന്നത് കേൾക്കാം, എന്താണ് ഇതിലുള്ളത് എന്നുള്ളത്. അങ്ങനെയാണ് ഫ്രഞ്ചിൽ സാർട്ടറിനെ, അൽബേർ കാമ്യൂസിനെ, ഇവരെല്ലാം ഞാൻ വായിക്കുന്നത്. ആ പുസ്തകം കാണുന്നതും തൊടുന്നതും ഒക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. വായിക്കുന്നത് അതിൽ കൂടുതൽ വലിയ അനുഭവം. ഇതാണ് എൻ്റെ ഫ്രഞ്ച് കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മയ്യഴിയിലല്ലായിരുന്നു ജനിച്ചുവെങ്കിൽ ഈ ഒരു അനുഭവം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ആ സാഹിത്യത്തിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകുമായിരിക്കും അല്ലേ? മയ്യഴിയിൽ ജനിച്ചിരുന്നില്ലെങ്കിൽ ആകില്ലായിരുന്നു. ഞാൻ മറ്റൊരു എഴുത്തുകാരനായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ MT ഒക്കെ എഴുതിയ പോലെ എഴുതിയേക്കാം, അല്ലെങ്കിൽ വിജയൻ എഴുതിയ പോലെ എഴുതിയേക്കാം, അല്ലെങ്കിൽ പെരുമ്പടം ശ്രീധരൻ എഴുതിയ പോലെ എഴുതിയേക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ മറ്റുള്ള എഴുത്തായിരിക്കില്ല. അതെ, ഈ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടായാലും തീർച്ചയായും. എഴുത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഈ ചിന്തയും ഈ കാഴ്ചപ്പാടുകളും ഒന്നും ഉണ്ടാകില്ല. ഞാൻ മറ്റൊരാളാകുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ ജനിക്കുന്നു, എവിടെ വളരുന്നു, അതാണ് നമ്മൾ നിർമ്മിക്കുന്നത്, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്.
തീർച്ചയായിട്ടും ദേശവും കാലവും എഴുത്തുകാരനിൽ വലിയ സ്വാധീനമാണ്. അപ്പോൾ മൂന്നേട്ടൻ്റെ സമയത്ത് ആ കാലവും ഒരുപക്ഷെ മയ്യഴിയുടെ ആ കാലം, മയ്യഴി പുഴകൾ എഴുതുന്നത് ആ ഒരു കാലം, അതിനെക്കുറിച്ചൊന്ന് ഓർക്കാവോ? മയ്യഴി, ഒരുപക്ഷെ മയ്യഴി പുഴയോട് മൂന്നേട്ടന് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. എനിക്കറിയാം പാരീസിലെ ഏതോ ഒരു പുഴയുടെ പക്കത്തൂടെ ഒറ്റത്ത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മയ്യഴി പുഴയും മയ്യഴിയും അതൊക്കെ സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, പുഴ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, മലയാളി ജീവിതത്തിൻ്റെ. ഇപ്പം എം ടിയുടെ തന്നെ പിന്നെ കഥകളിൽ, നോവലുകളൊക്കെ നമുക്ക് പുഴകൾ കാണാം. പിന്നെ അത് പണ്ട് ഒരു റഷ്യൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട് പുഴയെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത്, എവിടെ ഒരു പുഴയുണ്ടോ അതിൻ്റെ കരയിൽ ഒരു ലൈബ്രറി വേണം, ഒരു സർവകലാശാല വേണം. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ലൈബ്രറി വേണം, ഒരു സർവകലാശാല വേണം, ഒരു നാടകപ്പുര വേണം. ഇങ്ങനെ എണ്ണി ചക്രവർത്തി പറയാണ്. അപ്പോൾ പുഴയുടെ കരയിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം പിന്നെ വളർന്നു വരുന്നത്. അത് ഒരു വളരെ നമ്മുടെ മാത്രം കഥയില്ല, ലോകത്തിലെല്ലായിടത്തും. പക്ഷേ ഞാൻ മയ്യഴിപ്പുഴയുടെ തീരത്താണ് ഞാൻ കളിച്ച് വളർന്നത് കുട്ടിക്കാലത്ത്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാരീസിൽ പോയപ്പോഴവിടെ ഈ ഫ്രഞ്ച് പുഴയുണ്ട്, സേൻ നദി. ആ സേൻ നദിയുടെ കരയിലാണ് അവിടുത്തെ ബുദ്ധിജീവികളും കലാകാരന്മാരും മുഴുവനും ജീവിക്കുന്നത് കേട്ടോ. ആ നദിയുടെ ഒരു ലെഫ്റ്റ് ഇടത് കരയാണ്. അതിന് റീഫ് ഗോഷ് എന്നാണ് ഫ്രഞ്ചിൽ പറയും. റീഫ് ഗോഷ്. റീവ് എന്ന് പറഞ്ഞാൽ കര, ഗോഷ് എന്ന് പറഞ്ഞാൽ ഇടത്. അങ്ങനെ റീവ് ഗോഷ് എന്നുള്ള പറഞ്ഞാൽ അവിടെ ആ കാലത്ത് എല്ലാവർക്കും പിന്നെ ത്രില്ലായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയായിരുന്നു കൊണ്ടാണ് പിന്നെ സാർത്തർ പോലും പിന്നെ അവിടെ ഒരു ചെറിയൊരു പിന്നെ കഫേയുണ്ട്, കഫേ ദ ഫ്ലോർ എന്ന് പറയും, ഇപ്പോഴും ഉണ്ട് അത് കേട്ടോ. അവിടെയാണ് സാർത്തർ പോയിരിക്കാറുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ പോയിരുന്നു കേട്ടോ, സാർത്തർ ഇരുന്ന ആ കഫേയിൽ. അപ്പം അയാൾ സംസാരിക്കാൻ ഞാൻ അവരോട് ശ്രമിച്ചു നോക്കി. അവരാരും ഒന്നും സംസാരിക്കുന്നില്ല, ഈ കഫേയുടെ ഉടമസ്ഥന്മാർ. കാരണം അവർക്ക് ഞാനൊന്നും ഒന്നുമല്ല. കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്രയോ ആളുകൾ, എത്ര വലിയ കോടീശ്വരന്മാരും പിന്നെ കേട്ടോ പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഈ കഫേൻ്റെ ഫ്ലോറിൽ. സാത്ര ഇരുന്ന സ്ഥലത്തിരുന്ന് ഒരു കാപ്പി കുടിക്കാൻ. അപ്പോൾ മയ്യഴിക്കാരനായ ഞാൻ അവർക്ക് ആരുമല്ല എന്നുള്ളത്. പക്ഷെ ഞാനവിടെ കുറേ നേരം ഇരുന്നു ഒരു കാപ്പി കുടിച്ച്. ഭയങ്കര വിലയാണ് കാപ്പിക്ക് അവിടെ. അതവർ മുതലെടുക്കണം നമ്മളെ കേട്ടോ. എന്നിട്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളത് മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും സാർത്തറിനെ പോലെ ആൾ കാപ്പി കുടിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് എത്രമാത്രം ആളുകളെ ആകർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എം മുകുന്ദൻ എന്ന് പറയുന്നത് വളരെ താരപദവിയുള്ള ഒരു എഴുത്തുകാരനാണ്, ഏറ്റവും അധികം പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. മൂന്നൻ്റെ കൂടെ എവിടെയെങ്കിലും നടക്കാൻ പോകാന്ന് പറഞ്ഞ പ്രയാസമാണ്. സെൽഫി എടുത്തിട്ട് നമ്മളെ സമയം നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്ര താല്പര്യം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആളുകളുടെ ഇഷ്ടം, വായനക്കാരൻ്റെ ആഹ്ലാദം, പ്രശസ്തി, ഇതിനെയൊക്കെ ഇപ്പം ഇത്രയും എഴുതി ഇത്രയും വലിയ അവാർഡുകളെല്ലാം കിട്ടി, എങ്ങനെയാണ് ഈ വായനക്കാരുമായിട്ടുള്ള ഈ സംവേദനത്തെ കാണുന്നത്? അല്ല, വായനക്കാരുടെ സൃഷ്ടിയാണ് എഴുത്തുകാരൻ ഒരു പരിധി വരെ. പിന്നെ എഴുത്തുകാരൻ തനിയെ ശ്രമിച്ചാൽ വലിയൊരു എഴുത്തുകാരനെ സാധിക്കില്ല. വായനക്കാരും എഴുത്തുകാരും കൂടി ഒന്നിച്ച് സഞ്ചരിക്കുമ്പോഴാണ് വലിയ കൃതികൾ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് പല കൃതികൾ എഴുതിയത് ഞാൻ തനിയല്ല, വായനക്കാരും കൂടി ഉണ്ടല്ലോ, അവരുടെ പങ്കാളിത്തമുണ്ട്. എനിക്കട്ടെ അങ്ങനെ വായനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്കും എഴുത്തുകാരനാകുവാനും കഴിയില്ല. പിന്നെ പ്രശസ്തി മുമ്പൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് അത്ഭുതകരമാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എഴുത്തുകാരനാകാൻ വേണ്ടിയായിരുന്നു. എനിക്ക് എഴുത്തുകാരനാകണം, അല്ല അതിൽ നിന്ന് പൈസ വേണോ അല്ലെങ്കിൽ പ്രശസ്തി വേണോ അധികാരം വേണോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. എഴുത്തുകാരനാകണം, അത്രയേ ഉള്ളൂ. എഴുത്തുകാരനാകാൻ വേണ്ടി എഴുതി എന്നുള്ളത്. പിന്നെ ബാക്കിയൊക്കെ പിന്നീട് വന്നതാണ്. പിന്നെ പ്രശസ്തിയും കുറച്ച് പൈസയൊക്കെ കിട്ടി, കുറേ അവാർഡുകളൊക്കെ കിട്ടി. ഇപ്പം ഇങ്ങനെ പലരും പറയുന്നുണ്ട്, ഉള്ള അവാർഡുകളൊക്കെ ഇങ്ങനെ അടിച്ചു കൊണ്ടുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരാളോട് ചോദിച്ചാൽ ഈ നിയമസഭ പുരസ്കാരം അനൗൺസ് ചെയ്തപ്പോഴും ചെറിയൊരു എഴുത്തുകാരനോട് ചോദിച്ചാൽ ഇതെല്ലാം മുകുന്ദേട്ടൻ കൊണ്ടുപോയാൽ ഞങ്ങളിനി എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യേണ്ട, മുകുന്ദനേക്കാൾ വലിയ എഴുത്തുകാരനാകാൻ ശ്രമിക്കുക. അസൂയാലിക്കലുണ്ട് എന്തായാലും. അതുപോലെ ഇപ്പം തന്നെ പറഞ്ഞു, മയ്യഴിപ്പുഴ ഞാൻ എഴുതിയതല്ല, അത് സ്വയം എഴുതപ്പെട്ടതാണെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്.
അത് മയ്യഴിയെക്കുറിച്ച് മാത്രമാണോ? അങ്ങനെ എഴുതിയ കൃതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മളെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുകയും രണ്ട് തരത്തിലുള്ള കൃതികൾ മൂന്നെണ്ണം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് മുകുന്ദേട്ടൻ ബോധപൂർവം സൃഷ്ടിച്ച എഴുത്തുകൾ, ഒന്ന് മുകുന്ദേട്ടനെ കൊണ്ട് എഴുതിപ്പിച്ച എഴുത്തുകൾ. സർഗാത്മകതയുടെ രണ്ട് തലമാണത്. അതൊന്ന് വേർതിരിച്ച് പറയാമോ? അതെങ്ങനെയാണ് സംഭവിച്ചത്? കൃതികളെ ഒന്ന് മാറ്റി പറയാമോ? ഈ മയ്യഴിപ്പുഴ തീരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ അത് സ്വയം എഴുതിയൊരു നോവലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതൊരു നിർമ്മിതിയല്ല, ഞാനത് നിർമ്മിച്ചിട്ടില്ല. അത് കുറേശ്ശായിട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടാണ്. ഞാനറിയാതെ ഏതെല്ലോ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിങ്ങനെ ഒഴുകി വന്ന് മനസ്സിൽ രൂപം കൊണ്ടു അതൊരു നോവൽ പുഴയായി മാറി എന്ന് പറയാം. അതായത് എൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമങ്ങളില്ലാതെ തനിയെ കഥാപാത്രങ്ങളുണ്ടായി. പിന്നെ വളരെ കുറച്ച് മാത്രം ബോധപൂർവം എന്നുള്ളത് എനിക്ക് വളരെ കുറച്ച് മാത്രം ചെയ്യേണ്ട ഒരു ചുമ ഭയങ്കരമായി ശല്യം. ബോധപൂർവം എന്ന് പറയുന്ന അത് പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഞാനറിയാതെ തന്നെ എന്നിലേക്ക് നോവലിലെ കഥാപാത്രങ്ങൾ, അതിൽ ഇമേജറികൾ, പിന്നെ അതിൽ സംഭാഷണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു നോവലിനെ പൂർണ്ണമായിട്ട് സങ്കല്പിക്കില്ല, അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ, അങ്ങനെയാണ് ചില സംഭാഷണങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു വരിക. പിന്നീട് ഇതിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് എഴുത്ത്. അത് അവിടെ ഉണ്ട് ഓൾറെഡി കേട്ടോ. അതിനെ ഒരു നോവലിൻ്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ ക്രമീകരിച്ച് അവതരിപ്പിക്കുക, അതാണ് എഴുത്ത് എന്നുള്ളത്. പക്ഷേ ബോധപൂർവം നിർമ്മിച്ച ഒരു പുസ്തകമുണ്ട്. അത് അവസാനത്തെ നിങ്ങൾ എന്നുള്ള പിന്നെ ദയാവധം എന്നുള്ള വിഷയം, പിന്നെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം, സർഗാത്മകമായിട്ടുള്ള എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം അത് അട്ടിമറിക്കപ്പെടുവാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് നോവലിൽ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പുതിയ മട്ടിൽ എഴുതണം. തേർഡ് പേഴ്സൺ നരേറ്റീവ്, അങ്ങനെയാണ് തേർഡ് പേഴ്സണിൽ എഴുതുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം വായിക്കുന്നവർക്ക് തോന്നും, വായനക്കാർക്ക് തോന്നും വായനക്കാരൻ്റെ കഥയാണ് എഴുതുന്നത്. അത് മാത്രമാണ് ഞങ്ങളുടെ മിക്കവാറും ബോധപൂർവം ഒരു നറേറ്റീവ് വികസിപ്പിച്ചെടുത്ത് എഴുതിയത്. ബാക്കിയൊക്കെ പലപ്പോഴും ഞാൻ അറിയില്ല, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോവലുകളുണ്ടല്ലോ, അത് ഒന്ന് വരുന്നു, പിന്നെ വേറെ ഒന്ന് വരുന്നു, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ കുറച്ച് എനിക്ക് തോന്നുന്നത് എൻ്റെ ഉള്ളിൽ ഒരുപാട് സർഗാത്മകതയുണ്ട് എന്നുള്ളതാണ്, അമിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. അമിതമായിട്ടുണ്ടായാൽ അപകടമാണ്. അതിൻ്റെ അപകടമാണ് ഞാനിപ്പം ഇത് ഏറ്റുപറയുന്ന എഴുത്തുകാരുടെ എണ്ണം കുറവാണ്. എൻ്റെ ഉള്ളിൽ സർഗാത്മകത കൂടുതലുണ്ടെന്ന് പറയുന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അല്പം സർഗാത്മകത അല്പം മാത്രമുണ്ടെങ്കിൽ അത് നമുക്ക് കറന്നെടുക്കാം. ഇത് പ്രളയം പോലെ ഇപ്പം സത്യം പറഞ്ഞ 5-6 നോവലുകൾ എൻ്റെ മനസ്സിൽ, മലയാളിയുടെ ഭാഗ്യം, 5-6 നോവലുകൾ മനസ്സിലുണ്ട്. അത് പിന്നെ അതുകൊണ്ട് ഒരിക്കലും ഈ കറന്നെടുക്കുക എന്നുള്ളത് ആവശ്യമായിട്ട് വന്നിട്ടില്ല. തിരഞ്ഞെടുത്താൽ മതി, അതിൽ നിന്ന് അല്ലെ മനസ്സിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. ചിലപ്പോഴ് വല്ലാതെ അസ്വസ്ഥതയുണ്ട്. ഈ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് നോവലുകൾ കിടക്കുമ്പോഴുണ്ടല്ലോ, അതിനെ നമ്മൾ കടലാസിലേക്ക് പകർത്തിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാതെ അസ്വസ്ഥതയുണ്ടാകും. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വറ്റിപ്പോയാൽ മതി. ഈ സർഗാത്മകതയുടെ പുഴയുണ്ടല്ലോ, അതിങ്ങ് വറ്റിപ്പോയാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം കേട്ടോ. ഇപ്പോഴും കുറ്റബോധമാണ്. എന്തെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മുറ്റത്ത് കൂടെ ഞാൻ വെറുതെ ഒന്ന് തണുത്ത കാറ്റിട്ട് നടന്നാലും എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. എന്തിനാണ് നീ ഇങ്ങനെ കാറ്റ് കൊണ്ട് നടക്കുന്നത്, പോയി എഴുതുമെന്ന്. കാരണം ആ നേരം കൊണ്ട് പോയി എഴുതുമെന്ന്. കാരണം അത്രയധികം കഥകളും നോവലുകളും മനസ്സിലുണ്ട്. അപ്പോൾ